ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയ് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എർട്ടിക എന്ന് പറഞ്ഞൊരു വണ്ടിയിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. എർട്ടികയിൽ നമ്മളിപ്പോൾ ചെയ്യുന്നത് മെയിനായിട്ട് 2-3 കാര്യങ്ങൾ മാത്രമേ നമുക്കിത് ചെയ്യാനുള്ളൂ. ഒന്ന്, നമുക്ക് നല്ല അടിപൊളിയായൊരു സീറ്റ് കവർ നമ്മൾ ഇതിലേക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പിന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് നല്ലൊരു സ്പോയിലർ, അതേപോലെ തന്നെ ഒരു സ്റ്റിയറിംഗ് കവർ, ഒരു 3D മാറ്റ്. ഇത്രയും വർക്ക് നമുക്ക് ഇതിൽ ചെയ്യാനുള്ളൂ. അപ്പോൾ സീറ്റിന്റെ വർക്കുകളൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സീറ്റ് നമ്മൾ വണ്ടിയിൽ നിന്ന് ഫുള്ള് ഊരിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വണ്ടിയിൽ ബാക്ക് സീറ്റിലാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ. എന്നുവെച്ചാൽ ഫ്രണ്ടിലെ സീറ്റുകളെല്ലാം ഊരിയുണ്ട്, നമുക്കൊന്ന് കാണാം. കണ്ട ഏറ്റവും ബാക്കിലെ സീറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇതിൽ ഓൾറെഡി ഇതിന്റെ അടിയിൽ വിനൽ മാറ്റ് ചെയ്തിട്ടുണ്ട്, അതിലേക്കും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വണ്ടി വന്നിട്ടുള്ളത് നമുക്ക് ആലത്തൂരിൽ നിന്നാണ്. അപ്പോൾ ആലത്തൂരിൽ നിന്ന് ഞാൻ 2 ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിന് മുമ്പ് ഞാൻ 2 വീഡിയോ 3 വീഡിയോ ഉണ്ട് ആലത്തൂരിൽ നിന്ന് വന്ന് എർട്ടികയുടെ വർക്ക് ഞാൻ ചെയ്തത് അതിൽ ഇട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ആലത്തൂരിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇത് മെയിനായിട്ട് വന്നിട്ടുള്ളത് ഇവര് സീറ്റ് കവറും അതേപോലെ തന്നെ നല്ലൊരു സ്പോയിലർ, അതേപോലെ സ്റ്റിയറിംഗ് കവർ, പിന്നെ ഒരു 4D മാറ്റ്. ഇത്രയും വർക്കുകൾ നമുക്കിതിൽ ചെയ്യാനുള്ളത്. അപ്പൊ നമ്മുടെ ഇതിന്റെ വർക്കും കാര്യങ്ങളും അവിടെ തുടങ്ങിയിട്ടുണ്ട്. സീറ്റിന്റെ വർക്കോടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാം, നമ്മുടെ സീറ്റ് ഒരു സ്പെഷ്യൽ കളറാണ് കേട്ടോ. നമ്മള് ഡീപ് ബ്രൗൺ ആണ്, ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ള ഒരു സീറ്റ് കവറാണ് നമ്മൾ ഇതിലേക്ക് ചെയ്യുന്നത്. അത് ഇതിലേക്ക് നല്ല മാച്ച് ആവുന്ന ഒരു കളർ തന്നെ. ഒരു പ്രീമിയം കളർ അല്ല അത്, എന്നാലും പക്ഷെ അതൊരു സ്പോർട്ടി കളറാണ്. അപ്പൊ നമുക്ക് അതിന്റെ വർക്കും കാര്യങ്ങളും നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ സീറ്റുകൾ വരുന്നത് കേട്ടോ. കമ്പനി നമ്മുടെ ഒറിജിനൽ സീറ്റുകൾ നമ്മൾ വണ്ടിയിൽ നിന്ന് അഴിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ സീറ്റ് കവറും നമ്മൾ ഇതേ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട്, കവർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ കളർ, നല്ലൊരു സ്പോർട്ടി കളറാണ്. ഡാർക്ക് ബ്രൗൺ ആണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ ഒരു സീറ്റിന്റെ വർക്ക് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫ്രണ്ടിലെ സീറ്റ് വരുന്നത്. ഫുൾ ഡയമണ്ട് കട്ടും അതേപോലെ തന്നെ സെന്ററിൽ റൂൾ മോഡലും കൂടിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ടോപ്പിൽ ഫുള്ള് ഡയമണ്ട് കട്ടും അതേപോലെ സെന്ററിൽ അടിഭാഗത്ത് വരുന്നത് റൂള് മോഡലും കൂടിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ബാക്കിലെ സീറ്റിന്റെ വർക്ക് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കിലെ സീറ്റ് നമ്മള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡീപ് ബ്രൗൺ ആണ് നമ്മുടെ കളറ്. അപ്പോൾ ബാക്കിലെ സീറ്റ് നമ്മൾ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് ഊരാതെ തന്നെയാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിലെ സീറ്റ് നമ്മൾ ഊരാതെ തന്നെ അതിന്റെ കവർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ബാക്കിലെ സീറ്റിന്റെ വർക്ക് ഏതാണ്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഫ്രണ്ടിലെ സീറ്റിന്റെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഒരു സ്റ്റിയറിംഗ് കവർ നമ്മൾ ഈ സെയിം മെറ്റീരിയലിൽ തന്നെ ഒരു സ്റ്റിയറിംഗിന് ഒരു കവർ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ബാക്കിലെ സീറ്റുകളുടെ വർക്കൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഫ്രണ്ടിൽ ഒരു സീറ്റിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഫ്രണ്ടിൽ 2ാമത്തെ സീറ്റിന്റെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ സെക്കൻഡ് റോയിലെ സീറ്റിന്റെ വർക്ക് കൂടി നമുക്ക് ചെയ്യാനുണ്ട്. അപ്പൊ മുകളിൽ അതിന്റെ ഹെഡ് റെസ്റ്റ് വരുന്ന ഭാഗത്ത് ഫിനിഷിംഗ് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കറക്റ്റായിട്ട് നല്ല ഫിനിഷിങ്ങിൽ തന്നെയാണ് കേട്ടോ നമ്മൾ സീറ്റുകൾ, എല്ലാ വണ്ടികളുടെ സീറ്റുകളും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ ഈ ഡീപ് ബ്രൗൺ എന്നുവെച്ചാൽ ഡാർക്ക് ബ്രൗൺ എന്നുള്ള ഒരു കളറ് നമ്മള് എർട്ടികയിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് ബീച്ച് കളറാണ്. അതേപോലെ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്, ടാൻ കളർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ടാൻ കളർ ചെയ്ത വീഡിയോ യൂട്യൂബിലുണ്ട്. അതേപോലെ തന്നെ ഇത് നമ്മൾ ചെയ്ത് ഡീപ് ബ്രൗൺ ആണ്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം എത്രയ്ക്കാണ്ട് നല്ല രസമെന്ന് കരുതിയില്ല കസ്റ്റമർ. പക്ഷെ ഈ കളർ തന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. പക്ഷെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അതേപോലെ ആ സെയിം മെറ്റീരിയലിൽ സെയിം കളറിൽ തന്നെയാണ് നമ്മൾ സ്റ്റിയറിംഗ് കവർ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിയറിംഗ് കവറിന്റെ പ്രത്യേകത ഇത്തിരി കട്ടിയുള്ള കാരണം നമുക്കത് സ്റ്റിയറിംഗിന്റെ ഇടയിലേക്ക് കടത്തി വിടാൻ പറ്റില്ല. അപ്പോൾ അത് ബാക്കിലത്തെ സീറ്റിന്റെ വർക്കൊക്കെ അവിടെ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിലെ സീറ്റിന്റെ വർക്കും കഴിഞ്ഞു, ഏറ്റവും ബാക്കിലെ സീറ്റിന്റെ വർക്കും കഴിഞ്ഞു. ഫുൾ സീറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിലെ സീറ്റ് കൂടി നമുക്കൊന്ന് കാണാം. അപ്പോൾ ഫുൾ സീറ്റ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ 2 സീറ്റ്, സെക്കൻഡ് റോ. അപ്പോൾ അതേപോലെ തന്നെ തേർഡ് റോയിലും സീറ്റിന്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ബാക്കിലെ സീറ്റിന്റെ വരുന്നത്. അത് എല്ലാം നമ്മൾ ഈ പറഞ്ഞ പോലെ ഡയമണ്ട് കട്ടും അതേപോലെ തന്നെ റൂൾ മോഡലും കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഏതാണ്ട് നമ്മുടെ ഫുള്ള് വർക്ക് ഇതേ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതേ സ്റ്റിയറിംഗിന്റെ സ്റ്റിച്ചിങ് ലാസ്റ്റ് ഘട്ടത്തിലെത്തി. അപ്പൊ നമുക്ക് ഒന്നും കൂടി നമ്മുടെ സീറ്റിന്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളതും അതേപോലെ തന്നെ സ്റ്റിയറിംഗിന്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളതും നമുക്കൊന്ന് കാണാം. നല്ല അടിപൊളിയായിട്ടുള്ളൊരു സീറ്റ് കവറാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ ഡാർക്ക് ബ്രൗൺ സീറ്റ് കവർ നമ്മളിപ്പോ ഈ അടുത്തൊന്നും നമ്മൾ എർട്ടികയിൽ ചെയ്തിട്ടില്ല. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സീറ്റ് കവറാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, ഫ്രണ്ടും ബാക്കും ഫുള്ളായിട്ട്. അതേപോലെ പിന്നെ നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ള ഒരു 3D മാറ്റാണ് കേട്ടോ. ഒരു 3D മാറ്റും പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത്
സ്പോയിലറും ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ സീറ്റിൻ്റെയാണ് മെയിനായിട്ട് ഇതിൽ കാണിച്ചിട്ടുള്ളത്. സീറ്റിൻ്റെ വർക്ക് അവിടെ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കറിയാം ഈ വണ്ടിയിൽ നമ്മൾ ആകെ കൂടി ചെയ്തിട്ടുള്ള വർക്ക് ഈ 3 വർക്ക് മാത്രമാണ്: സീറ്റ്, സ്റ്റിയറിംഗ് കവർ, അതേപോലെ തന്നെ സ്പോയിലർ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു ഡീ ബ്രൗൺ വെച്ചിട്ടുള്ള സീറ്റ് കവർ വെച്ചിട്ടുള്ള നമ്മുടെ ഈ വർക്ക് കഴിഞ്ഞു. നമുക്കറിയാം ഇതിനു മുമ്പ് നമ്മൾ പല വണ്ടിയിലും ചെയ്തിട്ടുള്ള ബീജ് കളറാണ്. ബീജ് കളർ ഒരു പ്രീമിയം ലുക്ക് വരുന്നതാണ്. പക്ഷെ ഈ കളർ നമുക്കൊരു സ്പോർട്ടി ലുക്ക് വരുന്ന ഒരു കളറാണ് നമ്മളിലേക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, ഇതേപോലെ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സ്റ്റിയറിംഗ് കൂടി ജസ്റ്റ് ഒന്ന് കാണാം. സ്റ്റിയറിംഗ് ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ കട്ടിയുള്ള മെറ്റീരിയൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഓക്കെ, ബൈ.